ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ നടത്തിയ നിർണായകമായിട്ടുള്ള ചില ആക്രമണങ്ങൾ, അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇറാൻ്റെ മിസൈൽ പതിച്ചിട്ടുണ്ട്. ഇറാൻ ക്ലസ്റ്റർ ബോംബാണ് ഇന്ന് പ്രയോഗിച്ചത്. അതിൽ 7 പേർക്ക് ഗുരുതരമായ പരുക്കുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് തുടർച്ചയായിട്ട് ഇറാൻ ഡ്രോൺ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഡെബ്രിയൊക്കെ വീഴുന്നുണ്ട്. അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റവരുടെ എണ്ണം ഏതാണ്ട് 68-70 ആയിട്ടുണ്ട്. അതുപോലെ ഇറാൻ ബഹ്റൈനിൽ ഒരു വാട്ടർ ഡീസലൈൻ പ്ലാന്റിന് മേളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതായത് കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായിട്ട് മാറ്റുന്ന വാട്ടർ ഡീസലൈനേഷൻ പ്ലാന്റിന്റെ മേളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ശരിക്കും കുടിവെള്ളത്തിനെ ഇത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ യെസ്, ഒബ്വിയസ്ലി ബാധിക്കും, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ബഹ്റൈനിന് മേളിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇനി മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളെയും ഇവർ ഇതേപോലെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ഏതാണ്ട് 4 ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറാൻ എന്ന് പറഞ്ഞാൽ അവർ തളരുന്നവരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും, മിസൈലുകൾ വിന്യസിച്ചുകൊണ്ടേയിരിക്കും. ക്ലസ്റ്റർ വാർഹെഡുള്ള മിസൈലുകളാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ വീര്യമുള്ള മിസൈലുകൾ അവരുടെ പക്കലുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും മിസൈലുകൾ എത്രത്തോളം ഉണ്ടോ അതെല്ലാം തന്നെ പുറത്തെടുക്കാനുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും മാറി മാറി ഗ്യാപ്പ് വിട്ട് ഇറാനെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഗ്യാപ്പ് അവർ മിസൈൽ തൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ആ സാഹചര്യത്തിൽ ആ മിസൈൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ നടത്തിയ അറ്റാക്കിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, മെഹർബാദ് എന്ന് പറഞ്ഞ ഒരു എയർപോർട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ആക്രമണമായിരുന്നു, മാസീവായിട്ടുള്ള അറ്റാക്ക്. ആ മെഹർബാദ് എയർപോർട്ടിൽ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പിണമായി കിടക്കുന്ന എയർക്രാഫ്റ്റുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതെല്ലാം പൊട്ടിപ്പാളിസായി കിടക്കുകയാണ്. ഇതെല്ലാം തന്നെ ഇറാൻ്റെ പാസഞ്ചർ എയർക്രാഫ്റ്റുകളാണ്. ഇറാൻ്റെ IRGC ചോദിക്കുന്നത്, IRGCയുമായിട്ടാണ് നിങ്ങൾക്ക് പ്രശ്നം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറെ നിങ്ങൾ അടിക്കുന്നു എന്നുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇസ്രായേൽ കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, ഈ എയർപോർട്ടിലൂടെ IRGCക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ വരുന്നുണ്ട് എന്നാണ് ഇവരുടെ വാദം, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വാദം. അടുത്തത്, ഇറാൻ്റെ ഉള്ളിൽ തന്നെ ഇലാം എന്ന് പറഞ്ഞ സ്ഥലത്ത് IRGCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റി ഓഫീസ് അഥവാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഈ ഹെഡ്ക്വാർട്ടേഴ്സിന് മേളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ ഹെഡ്ക്വാർട്ടേഴ്സ് അടിച്ച് നിലം പരിശാക്കുന്ന ആ ഒരു ഫുട്ടേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇതിൽ നിരവധി പേര് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ന് ബുഷർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അമേരിക്ക തകൃതിയായിട്ടുള്ള ആക്രമണം. ഈ ബുഷർ എന്ന് പറയുന്നത് മലനിരകളുള്ള ഒരു ഏരിയയാണ്. ശരിക്കും അതിൻ്റെ ഒത്ത മധ്യത്തിലാണ് ഇവർ വളരെ സെക്യൂർ ആയിട്ടുള്ള മിലിറ്ററി ക്യാമ്പും അതുപോലെ തന്നെ മിസൈൽ സ്റ്റോറേജ് ഗോഡൗൺ ഒക്കെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബുഷർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിക്കും പല വീഡിയോകളിലും ഇറാൻ അവരുടെ IRGC റെജിം ഒരു വാഹനത്തിൽ കയറിയിട്ട് ആ തുരങ്കത്തിനുള്ളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന വീഡിയോ, അതിൻ്റെ സൈഡുകളിലായിട്ട് പലതരം മിസൈലുകൾ നിരത്തി വെച്ചുകൊണ്ട് അവരെപ്പോഴും ഷോക്കേസ് ചെയ്യുന്നത്. ഈ വീഡിയോ വളരെ ഫേമസ് ആണ്. ശരിക്കും പലരും ഇത് കണ്ടിട്ടുണ്ടാവും. ഇറാന്റെ മിസൈലുകളുടെ എണ്ണം കാണിക്കുമ്പോഴേ ഈ ബുഷർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആ ഒരു അണ്ടർഗ്രൗണ്ട് മിസൈൽ സ്റ്റോറേജ് ഗോഡൗൺ ആണ് പലപ്പോഴായിട്ട് ഇറാൻ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ സ്ഥലത്ത് ബങ്കർ ബസ്റ്റർ ഇട്ട് അടിക്കുകയാണ്. ആ എൻറ്റയർ ആ മൊത്തം മിസൈൽ ഗോഡൗണും തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അമേരിക്കയാണ് മേജർ ആയിട്ടുള്ള റോൾ എടുത്തിരിക്കുന്നത് ഈ ബുഷർ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ അറ്റാക്ക് നടത്താൻ. B-1 ബോംബർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേലും സൈഡ് ബൈ സൈഡ് സപ്പോർട്ടിംഗ് അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ബങ്കർ ബസ്റ്റർ, എർത്ത് പെനിട്രേഷൻ, ആ കാറ്റഗറിയിൽപ്പെട്ട ബോംബുകളാണ്. ഹൈ LBS വെയിറ്റേജിലുള്ള ബോംബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഉയർന്നു വരുന്ന പുക നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അത്തരം ഡെപ്തിൽ ഈ ആക്രമണം നടന്നിട്ടുണ്ട്. എന്തൊക്കെയോ അകത്ത് കിടന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത് കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്തരത്തിലാണ് ഈ ആക്രമണത്തിൻ്റെ വ്യാപ്തി ബുഷേർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് കഴിഞ്ഞാൽ തെഹ്റാൻ്റെ ഉള്ളിൽ തന്നെ, തെഹ്റാൻ്റെ സെൻട്രൽ ഏരിയയിൽ IRGCയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പ്രവർത്തിക്കുന്ന 2 ഓഫീസുകളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ശരിക്കും ഈ IRGCയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നിരനിരയായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇസ്രായേലിൻ്റെ മൊസാദ് കൃത്യമായിട്ട് ലിസ്റ്റ് എടുത്ത് IDFന് കൊടുത്തിട്ടുണ്ട്. IDF കൃത്യമായിട്ട് ആ മേഖലകളെല്ലാം അറ്റാക്ക് നടത്തുകയാണ്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ തലങ്ങും വിലങ്ങുമുള്ള അറ്റാക്കാണ്. അതുപോലെ ഇറാൻ്റെ ഹുമയൂൺ ഷാ മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. ആ മലനിരകളിലും ഇതേപോലെ മിസൈലുകൾ അണ്ടർഗ്രൗണ്ടിൽ തുരങ്കത്തിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഹുമയൂൺ ഷാ മൗണ്ടനിലും ആക്രമണം നടത്തിയിട്ടുണ്ട്, വമ്പൻ ആക്രമണം. ഇത് ഇസ്രായേലിൽ ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ആക്രമണം നെക്സ്റ്റ് ഫേസിലേക്ക് മാറ്റുകയാണെന്നുള്ളത്. ഈ നെക്സ്റ്റ് ഫേസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മിസൈൽ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ
വെറുതെ മിസൈൽ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോഡൗൺസ് മാത്രമല്ല, അണ്ടർഗ്രൗണ്ടിൽ എവിടെയൊക്കെ ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ സ്കെച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് അണ്ടർഗ്രൗണ്ട് മിസൈൽ സ്റ്റോറേജ് ഗോഡൗൺസ്. അപ്പോൾ ഈ രഹസ്യ താവളങ്ങൾ ഇതുവരെ അനുമാനിക്കുന്ന സ്ഥലങ്ങളിൽ, അതായത് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അവിടെ അടിക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇവിടെ ഒരു ഡൗട്ട് ഉണ്ട്, ഡൗട്ടിന് അവിടെ ഒരു സാധ്യതയില്ല. ആ ഡൗട്ട് ഒരു ആനുകൂല്യമായിട്ട് കൊടുക്കാതെ അടിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത്, അതായത് ബോംബുകളുടെ എണ്ണം നോക്കുന്നില്ല, മിസൈലുകളുടെ എണ്ണം കണക്കാക്കുന്നില്ല, നഷ്ടക്കച്ചവടമായാലും കുഴപ്പമില്ല, അടിക്കുക എന്നുള്ള രീതിയിലാണ് അറ്റാക്ക് നടത്തുന്നത്. ഇപ്പോൾ ഈ തെഹ്റാന്റെ ഉള്ളിൽ ആക്രമണം നടത്തിയത് ഇസ്ലാമിക് റെജീമിന്റെ 2 കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാന്റെ ഇലാം എന്ന് പറഞ്ഞ സ്ഥലം, ഈ ഇലാം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തത്. 35 സ്ട്രൈക്ക് ആ ഒറ്റ ഏരിയയിൽ. ഈ 35 സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ അടിയല്ല. വീഡിയോ ഫുട്ടേജ് ഞാനിവിടെ വെക്കാം, നിങ്ങൾ കണ്ടോളൂ. തലങ്ങും വിലങ്ങുമുള്ള അടി, റൈറ്റ് ലെഫ്റ്റ് ഫ്രണ്ട് ടോപ്പ്, ആ രീതിയിലാണ് അടിച്ചിരിക്കുന്നത്. പൊട്ടിത്തെറിക്കുകയാണ്, ചിന്നാഭിന്നമാകാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ എല്ലാം തന്നെ ഇസ്രായേൽ ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ശ്രദ്ധേയമായിട്ട് നമ്മൾ ഇവിടെ എടുത്ത് പറയണം. അല്ലാതെ മുന്നറിയിപ്പില്ലാതെ അറ്റാക്ക് നടത്തുന്നില്ല. പക്ഷെ അതേസമയം ഇറാൻ മിസൈൽ വിടുന്നത് ഒരു മുന്നറിയിപ്പും കൂടാതെയാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇസ്രായേലും അമേരിക്കയും ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് വാണിംഗ് ആണ്, താക്കീതാണ്. ആർക്കാണെന്ന് പറഞ്ഞാൽ ആയത്തുള്ള ഖമനയുടെ സക്സസർക്ക്. ആരായാലും ശരി, ആ കസേര മോഹിച്ച് ആരെങ്കിലും വന്ന് അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർക്കും, 100% ഉറപ്പാണ്, തീർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. IRGCയുടെ എയറോസ്പേസ് ഹെഡ്ക്വാർട്ടേഴ്സ് 50 ബോംബാണ് അവിടെ മാത്രം ഇട്ടത്. IRGCയുടെ എയറോസ്പേസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇസ്രായേൽ അടിച്ചത് 50 അമ്യൂണിഷൻസ് ആണ്. 50 അടിച്ചിട്ടുണ്ട് ഒറ്റ സ്ഥലത്ത്. ഒമാനാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലിനെയും കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇറാനെയും കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലുള്ള ആക്രമണങ്ങളെയും ഒമാൻ എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഒമാൻ ഒരു മീഡിയേറ്റർ ആയിരുന്നു. അത് മീഡിയേറ്റർ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഷെയ്ഖ് ഹാൻഡൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചൊക്കെ മടങ്ങി. പക്ഷേ ആക്രമണത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇറാനും കാണിക്കുന്നില്ല, ഇസ്രായേലും US കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും US ഒമാനെ ആക്രമിക്കുന്നില്ല, അവർ ഇറാനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇറാനാണ് ഒമാനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടംനേഷൻ ശരിക്കും ഇറാനെതിരെ മാത്രമാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയിൽ 2 രാജ്യങ്ങളെയും ഇവർ കണ്ടംപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. 2 ഇറാനിയൻ വെസൽസ് ചൈനീസ് പോർട്ടിൽ നിന്നും മിസൈലിന് വേണ്ട ഫ്യൂവലുമായിട്ട്, മിസൈലിൽ ലോഡ് ചെയ്യാനുള്ള ഫ്യൂവലുമായിട്ട് ഈ 2 ഷിപ്പുകൾ ചൈനീസ് പോർട്ട് വിട്ട് ഇറാനിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. ഈ 2 ഷിപ്പുകളെയും അമേരിക്ക ഫോളോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സെക്യൂരിറ്റി മെഷേഴ്സോട് കൂടി തന്നെയായിരിക്കും ഇവർ യാത്ര നടത്തുന്നത്. പക്ഷേ 3 വാർഷിപ്പുകളുണ്ട് ഈ മേഖലയിൽ അമേരിക്കയുടേത്. ഇതിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇവരിത് എങ്ങനെ ഇറാനിൽ എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചാലഞ്ച്. ഇറാൻ്റെ പോർട്ടിൽ ഇവർ എവിടെ എത്തിക്കും? അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു വലിയ ചാലഞ്ച്. ഇറാൻ ഈ 2 ഷിപ്മെൻറ്റിനെയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണ്ണ് വെട്ടിച്ച് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുമോ, അല്ലെങ്കിൽ പകുതി വഴിക്ക് വെച്ചിട്ട് അമേരിക്ക ഇതിനെ അടിച്ചിടുമോ എന്നുള്ളതാണ് നമുക്കറിയാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതെന്താണ് ഈ ഗെയിം പ്ലേ എങ്ങോട്ട് പോകുന്നുള്ളത്. അപ്പോൾ എന്തായാലും തുടരെ ഡെവലപ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.